കുറച്ച് തപ്പലുണ്ടായിരുന്നു. കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ സാധനം കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. മധുരം കുറവാ. ഹാപ്പി സൺഡേ. എൻ്റെ പൊന്നുവിൻ്റെയും നമ്മുടെ ശേഷം ഫ്രൈഡ് റൈസിന് ശേഷം ഉള്ള ഒരു കുട്ടി സ്നാക്ക് വീഡിയോ ആണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്നത്. ബ്രെഡ് വെച്ച് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളൊന്നുമില്ല അല്ലേ. ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാം, ബ്രെഡും ജാമും കഴിക്കാം, ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രെഡും ബട്ടറും പാലും വെച്ചിട്ട് ഒരു കുട്ടി ടോസ്റ്റ്. ബട്ടർ അമുലിൻ്റെ ആണ് നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. അത് ഉപ്പില്ലാത്ത സോൾട്ട്ലെസ് ബട്ടർ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഉപ്പില്ലാത്ത ബട്ടറും ബ്രെഡും പാലും വെച്ചിട്ട് നല്ലൊരു കിടുക്കാച്ചി സ്നാക്സ് ഉണ്ടാക്കാം. കം വിത്ത് മീ. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ട്രയലായതുകൊണ്ട് തന്നെ 4 സ്ലൈസ് ബ്രെഡ്, അതെ ഇത് രണ്ട് എടുത്തിട്ട് ശരിക്കും ഫോർക്ക് കൊണ്ടാണ് ബട്ടർ തേക്കേണ്ടത്. പക്ഷേ ഈ കല്യാണം എടുത്തു കഴിഞ്ഞാൽ ചെക്കനെ കിട്ടാനും പെണ്ണിനെ കിട്ടാനും പാടെന്ന് പറഞ്ഞ മാതിരി അടുക്കളയിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്യാവശ്യത്തിൽ നോക്കിയാൽ കിട്ടാത്ത 2 സാധനങ്ങളാണ് സ്പൂണും കത്തി, 3 സാധനങ്ങൾ, അതേപോലെ അരിപ്പയും. അപ്പോൾ നമുക്ക് നൈസായിട്ട് ബട്ടർ തേക്കാം. അമൂലിൻ്റെ പ്രൊഡക്റ്റൊക്കെ അല്ലെങ്കിലും അത്യാവശ്യം നല്ല കണ്ടൻറ്റ്, നല്ല അടിപൊളി പ്രൊഡക്റ്റാട്ടോ. അപ്പോൾ എനിക്ക് പൊന്നൂനൊക്കെ ബട്ടർ ഇത്തിരി ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബട്ടറിൽ അങ്ങോട്ട് മുങ്ങും അല്ലേ പൊന്നു? അതെ അതെ, കാണുമ്പോൾ ചീസ് കിട്ടും പോലെ കറക്റ്റ് ബട്ടറാന്ന് തോന്നുന്നേ ഇല്ല. എന്നാ ഇത് ബട്ടറാണ്, ചീസല്ല. ഓക്കെ, അപ്പോൾ 2 വശവും പരട്ടണം കേട്ടോ, എന്നാലേ ആ ഒരു കറക്റ്റ് ടോസ്റ്റ് കിട്ടത്തുള്ളൂ. 2 വശവും തേച്ച് കൊടുക്കുക. അയ്യോ, നൈസായിട്ട് 2 വശത്തും ബട്ടർ ഇങ്ങനെ തേച്ചില്ലേ പെണ്ണ്. അപ്പോൾ നമ്മൾ ഒരു ബട്ടറിൽ തേച്ചു. അപ്പോൾ ഇതേപോലെ എല്ലാ ബ്രെഡിലും ബട്ടർ തേക്കാം. ഓക്കെ, സോ നമ്മൾ എല്ലാ ബ്രെഡിലും 4 ബ്രെഡിലും ബട്ടർ തേച്ചു. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഷുഗർ ഇതിൻ്റെ മേലെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നല്ലോണം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു വശത്തും ഫുൾ എല്ലായിടത്തും അത്യാവശ്യം. അതുകൊണ്ടാണ് ഈ സോൾട്ട്ലെസ് ബട്ടർ വാങ്ങിക്കാൻ പറയുന്നത്. കാരണം ബ്രെഡിന് ഓൾറെഡി കുറച്ച് ഉപ്പുള്ളതുകൊണ്ട് തന്നെ ഈ സോൾട്ട് ബട്ടറും കൂടി ആകുമ്പോൾ പണിയാവും. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഷുഗർ ഇട്ട് കൊടുത്തു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ പാനിലോട്ട് പോവുക. അവിടെയാണ് ഇതിൻ്റെ വൈബ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് മിൽക്കും കൂടിയാണ്. അത് ഏത് പരുവമാകുമ്പോഴാണ് പാൽ ഒഴിക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ബൈ. ഓക്കെ, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് തപ്പലുണ്ടായിരുന്നു. കാരണം ബ്രെഡിലോട്ട് പാല് വീണ് കഴിയുമ്പോഴേക്കും കുറച്ച് ബ്രെഡ് ഇങ്ങനെ മെൽട്ടായി പോകും, അതിൻ്റെ കൂടെ ഷുഗറും കൂടി ഇട്ട് കഴിയുമ്പോൾ. ബട്ട് ഫൈനലി നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ സാധനം കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മധുരം കുറവാ, അതെനിക്ക് തോന്നി. നമ്മള് പഞ്ചസാര അത്യാവശ്യം നല്ലോണം ഇട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു പാലിന്റെയും ബ്രെഡിന്റെയും കൂടെ മധുരം കുറവാ. പക്ഷെ ഓക്കെ, നല്ല സോഫ്റ്റ് കണ്ടിട്ട് നോക്കാട്ടെ എന്താന്ന്.
മധുരം കുറവാ. യമ്മി. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടെ ഉണ്ടാക്കും പൊന്നു. മധുരം കുറവാ. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കുഴപ്പമില്ല, നമുക്ക് തിന്നില്ല. ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, കുറച്ചും കൂടി ബ്രൗൺ കളറിലേക്ക് എടുക്കാം. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച നല്ല പാല് ബ്രെഡിലോട്ട് വരുമ്പോൾ തന്നെ ചെറിയൊരു മെൽറ്റ് ഫീൽ വരും. പക്ഷെ സൺഡേ ഈവനിങ് സ്നാക്സ് പിള്ളേർക്കൊക്കെ, പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ, പിന്നെ പിള്ള മനസ്സുള്ളവർക്കൊക്കെ ഇതൊക്കെ സ്വന്തങ്ങൾ സെറ്റ് ആയിരിക്കും. അപ്പൊ ബ്രെഡ്, പാല്, ബട്ടർ, ഗീ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഗീ ഇട്ടിട്ടും യൂസ് ചെയ്യാം, പഞ്ചസാര ആയിട്ട്. നല്ല അടിപൊളി സ്നാക്ക്.